നമസ്കാരം, ടാക്സ്മാൻ സൊല്യൂഷൻസിലേക്ക് സ്വാഗതം. ഇന്ന് ഇൻകം ടാക്സ് റിട്ടേണിലെ 5 മേജർ ചേഞ്ചസിനെ കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. ഈ വർഷം, അതായത് 2019-20 ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നതിന് മുമ്പ് ഈ 5 മേജർ കാര്യങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കണം. ഇത് അറിഞ്ഞ ശേഷം മാത്രം അതിനനുസരിച്ച് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുക. അപ്പോൾ എന്തൊക്കെയാണ് ആ മേജർ ചേഞ്ചസ് നമുക്ക് നോക്കാം. Five major changes in ITR for financial year 2019-20 assessment year 2021. 5 മേജർ ചേഞ്ചസ് ആണ് ഇത്തവണത്തെ ഇൻകം ടാക്സ് റിട്ടേണിൽ വന്നേക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ആ ചേഞ്ചസ് എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ചേഞ്ച് വന്നേക്കുന്നത് സാലറീസ് അല്ലെങ്കിൽ പെൻഷനേഴ്സിനാണ്. സാലറീസ് അല്ലെങ്കിൽ പെൻഷനേഴ്സിൻ്റെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 40,000 50,000 ആക്കി ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷം വരെ 40,000 ആയിരുന്നു സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കിട്ടിക്കൊണ്ടിരുന്നത്. ഇത്തവണ അത് 50,000 ആക്കി. ഒരാൾക്ക് നെറ്റ് സാലറി 5 lakh ആണെങ്കിൽ അല്ലെങ്കിൽ പെൻഷൻ 5 lakh ആണെങ്കിൽ ഈ 5 lakhന് 50,000 ഓട്ടോമാറ്റിക്കായിട്ട് ഡിഡക്റ്റ് ആവും. ബാക്കി വരുന്ന ഇൻകം, ആ ഇൻകം ആയിരിക്കും ടാക്സബിൾ ഇൻകം. അതാണ് ഫസ്റ്റ് മേജർ ചേഞ്ച് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ചേഞ്ച് എന്താണ്? കണ്ടീഷൻസ് ഫോർ മാൻഡേറ്ററി ഫയലിംഗ് ഈവൺ ഇഫ് ഇൻകം ഈസ് അണ്ടർ ത്രഷോൾഡ്. സാധാരണ ഒരാൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത് അയാളുടെ ഇൻകം 2.5 lakhൻ്റെ എബവ് ആണെങ്കിൽ മാത്രമാണ്. പക്ഷേ ഈ താഴെ പറയുന്ന കണ്ടീഷൻസിൽ ഏതെങ്കിലും ഒരെണ്ണം സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ അയാളുടെ ഇൻകം 2.5 lakhൻ്റെ താഴത്താണെങ്കിൽ പോലും അയാൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യണം. അപ്പോൾ എന്തൊക്കെയാണ് ആ കണ്ടീഷൻസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് വെൻ എക്സ്പെൻസ് ഫോർ ഫോറിൻ ട്രാവൽ ഈസ് 2 lakh ആൻഡ് എബവ്. ഒരാൾ വിദേശത്തേക്ക് ട്രാവൽ ചെയ്യാൻ അയാൾക്ക് വരുന്ന എക്സ്പെൻസ് 2 lakhന് എബവ് ആണെങ്കിൽ അയാൾ കമ്പൽസറി ആയിട്ട് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യണം. അതാണ് ഫസ്റ്റ് കണ്ടീഷൻ. നെക്സ്റ്റ് കണ്ടീഷൻ വെൻ ഇലക്ട്രിസിറ്റി എക്സ്പെൻസസ് ഇൻകേർഡ് ഈസ് 1 lakh ആൻഡ് എബവ്. ഒരാൾക്ക് ഇലക്ട്രിസിറ്റി എക്സ്പെൻസ് വന്നേക്കണത് 1 lakhൻ്റെ മുകളിലാണെങ്കിൽ അയാളും ഇൻകം ടാക്സ് റിട്ടേൺ കമ്പൽസറി ആയിട്ട് ഫയൽ ചെയ്യണം. പിന്നത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഡെപ്പോസിറ്റ്സ് ഇൻ കറണ്ട് അക്കൗണ്ട് ഈസ് 1 crore ആൻഡ് എബവ്. ഒരാളുടെ കറണ്ട് അക്കൗണ്ട് അല്ലെങ്കിൽ കറണ്ട് അക്കൗണ്ട്സ്, ഒന്നിൽ കൂടുതൽ കറണ്ട് അക്കൗണ്ട്സ് ഉണ്ടെങ്കിലും ആ കറണ്ട് അക്കൗണ്ട്സിലേക്ക് 1 കോടിയുടെ മീതെ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്തിരിക്കണം കമ്പൽസറി ആയിട്ട്. ഈ കണ്ടീഷൻസൊക്കെ എനേബിൾ ചെയ്തേക്കണത് ITR 1 പാർട്ട് എ ജനറൽ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞ ടാബിലാണ്. അത് നമുക്ക് കയറുമ്പോൾ തന്നെ കാണാൻ പറ്റും. ഇങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും. നെക്സ്റ്റ് ചേഞ്ച് എന്താണ്? റിബേറ്റ് അണ്ടർ സെക്ഷൻ 87A. Rebate limit increased from 2,500 to 12,500 if your total income after deductions and investments is less than 5 lakh. ടോട്ടൽ ഇൻകം അല്ലെങ്കിൽ ടാക്സബിൾ ഇൻകം എല്ലാ ഡിഡക്ഷൻസും ഇൻവെസ്റ്റ്മെൻറ്റ്സും കഴിഞ്ഞിട്ട് 5 lakhൻ്റെ താഴെയാണ് വരുന്നത് എങ്കിൽ നിങ്ങൾക്ക് 12,500 rupees റിബേറ്റ് ആയിട്ട് കിട്ടും. ചുരുക്കി പറഞ്ഞാൽ 5 lakhൻ്റെ താഴെയാണ് നിങ്ങൾക്ക് ഇൻകമെങ്കിൽ നിങ്ങൾക്ക് ടാക്സ് അടയ്ക്കേണ്ട ആവശ്യം വരില്ല. അത് റിബേറ്റിലെല്ലാം കവർ ചെയ്തു പോകും. കഴിഞ്ഞ വർഷം വരെ 2,500 ആയിരുന്നു റിബേറ്റ്. അത് 5 lakhന് പകരം 3.5 lakh ആയിരുന്നു. ഇതാണ് മൂന്നാമത്തെ ചേഞ്ച് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ചേഞ്ച് എന്ന് പറയുന്നത് ഇൻകം ടാക്സ് ഓഡിറ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള ടേൺ ഓവർ ലിമിറ്റിനെ പറ്റിയാണ്. അപ്പോൾ എന്താണ് ആ ചേഞ്ച്? Generally, income tax audit is required if turnover of a business is 1 crore and above. But from 2019-20, this 1 crore limit is increased to 5 crore with a condition that 95% transactions of the business are through bank. In other words, cash payments and cash receipts should only be 5%. If it exceeds 5%, then 1 crore turnover will be the audit limit. ഒരു ബിസിനസ്സിൻ്റെ ടോട്ടൽ ട്രാൻസാക്ഷൻസിൽ 95% ട്രാൻസാക്ഷൻസ്
ബാങ്ക് വഴിയാണെങ്കിൽ അവരുടെ ഓഡിറ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള ടേൺ ഓവർ ലിമിറ്റ് 5 crore ആയിരിക്കും. സാധാരണ ഒരു ബിസിനസ്സിൻ്റെ ഓഡിറ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള ടേൺ ഓവർ ലിമിറ്റ് 1 crore ആണ്. പക്ഷേ ഇപ്പോൾ അവരുടെ ഒരു വർഷത്തെ ടോട്ടൽ ട്രാൻസാക്ഷൻസിൻ്റെ 95% ബാങ്കിൽ കൂടിയാണ് എങ്കിൽ അവർക്ക് 5 crore ആയിരിക്കും ഓഡിറ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള ലിമിറ്റ്. 5% മാത്രമായിരിക്കാൻ പാടുള്ളൂ ലിക്വിഡ് ക്യാഷ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ്. അതായത് ക്യാഷ് പേയ്മെൻറ്റ്സും ക്യാഷ് റെസീപ്റ്റ്സും 5% മാത്രമേ പാടുള്ളൂ. ഇപ്പോൾ 5% എബവ് ഉണ്ടെങ്കിൽ 1 crore ആവും അവരുടെ ഓഡിറ്റ് ലിമിറ്റ്. അതാണ് പിന്നത്തെ മേജർ ബിഗ് ചേഞ്ച് എന്ന് പറയുന്നത്. അഞ്ചാമത്തതും അവസാനവുമായ ചേഞ്ചസ് എന്ന് പറയുന്നത് TDS ചേഞ്ചസ് ആണ്. അപ്പോൾ എന്തൊക്കെയാണ് TDSൽ വന്നേക്കുന്ന ചേഞ്ചസ്? ടിൽ 2018-19 if bank FD interest in a year exceeds 10,000 then banks shall deduct 10% TDS for the said interest. The threshold limit of 10,000 is increased to 40,000 for citizens below 60 years for the financial year 2019-20. For senior citizens threshold limit is 50,000. കഴിഞ്ഞ വർഷം വരെ 10,000-ന് മുകളിൽ ഇൻട്രസ്റ്റ് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഏതൊരാൾക്കും 10% TDS ബാങ്ക് ഡിഡക്റ്റ് ചെയ്യും. അത് നിങ്ങൾക്ക് 26 yearsലേക്ക് റിഫ്ലക്റ്റ് ചെയ്ത് കിട്ടും. പക്ഷേ ഇത്തവണ ഈ വർഷം തൊട്ട് 10,000 എന്നുള്ള ത്രഷോൾഡ് ലിമിറ്റ് 40,000 ആക്കി മാറ്റിയിട്ടുണ്ട് 60 years താഴെയുള്ള സിറ്റിസൺസിന്. സീനിയർ സിറ്റിസൺസിൻ്റെ ത്രഷോൾഡ് ലിമിറ്റ് എന്ന് പറയുന്നത് 50,000 ആണ്. TDSലെ നെക്സ്റ്റ് ചേഞ്ച് എന്ന് പറയുന്നത് ഒരു പുതിയ സെക്ഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്നുള്ളതാണ്. സെക്ഷൻ 194N. എന്താണ് 194N? TDS ഓൺ ക്യാഷ് വിഡ്രോവൽ എക്സീഡിങ് 1 crore. 1 കോടിയുടെ മീതെ ക്യാഷ് വിഡ്രോവൽ നടത്തുകയാണെങ്കിൽ ആ 1 കോടിക്ക് മീതെ വിഡ്രോ ചെയ്ത എമൗണ്ടിൻ്റെ TDS ഡിഡക്റ്റ് ചെയ്യും. ഫ്രം ഫിനാൻഷ്യൽ ഇയർ 2019-20 2% TDS shall be deducted on cash withdrawn in excess of 1 crore. This can be claimed while filing your returns. 2019-20 തൊട്ട് 1 crore മീതെ വിഡ്രോ ചെയ്യണ എമൗണ്ട്സിൻ്റെ 2% TDS കട്ട് ചെയ്യും. ഈ കട്ട് ചെയ്ത TDS 26 yearsൽ റിഫ്ലക്റ്റ് ചെയ്യും. ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യണ സമയത്ത് ഈ കട്ട് ചെയ്ത TDS മൈനസ് ചെയ്തിട്ടുള്ള ബാക്കി എമൗണ്ട് ടാക്സ് ആയിട്ട് അടച്ചാൽ മതി. അതാണ് ഈ സെക്ഷൻ പറയണത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരാളിപ്പോൾ 99 lakh വരെ വിഡ്രോ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നത്തെ വിഡ്രോവലിൽ അയാൾ 1,50,000 വിഡ്രോ ചെയ്തെങ്കിൽ അയാളുടെ ടോട്ടൽ വിഡ്രോവൽ ഇപ്പോൾ 1 crore 50,000 ആയിരിക്കും. ഈ ഒരു കേസിൽ 1 crore 50,000 മൈനസ് 1 crore 50,000. ആ 50,000-ൻ്റെ 2% ആയിരിക്കും TDS ആയിട്ട് ഡിഡക്റ്റ് ചെയ്യണത്. അതായത് 1,000 രൂപ. ഈ 5 ചേഞ്ചസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അറിഞ്ഞിരിക്കേണ്ടതാണ്. ഇത് അറിഞ്ഞ ശേഷം മാത്രം ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുക. അപ്പോൾ ഓക്കെ, വേറൊരു വീഡിയോയിൽ കാണുന്നത് വരെ ഗുഡ് ബൈ.